അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകി. അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ല. ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ഒരു പാർക്ക് പ്രവർത്തിക്കും എന്ന് കോടതി ചോദിച്ചു. എന്തായാലും ഇത് സംബന്ധിച്ച് നാളെ മറുപടി നൽകുമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. യാതൊരു ലൈസൻസുമില്ലാതെയാണ് കക്കാടംപൊയിലിലെ കുട്ടികൾക്കായുള്ള പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഗുരുതരമായ ചട്ടലംഘനമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയത് എന്നാണ് ഹർജിയിലെ വാദം. കൂടരഞ്ഞി വില്ലേജിലെ അതീവ അപകട സാധ്യതയുള്ള മേഖലയിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ അനുമതിയില്ലാതെ കുന്നിടിച്ചു നിരത്തിയാണ് വാട്ടർ തീം പാർക്ക് നിർമ്മിച്ചതെന്നായിരുന്നു പരാതി. പാർക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള പഠനങ്ങളോ പരിശോധനകളോ നടത്താതെയാണ് വീണ്ടും തുറക്കാൻ അനുമതി നൽകി സർക്കാർ ഓഗസ്റ്റിൽ ഉത്തരവിറക്കിയതെന്നും പരാതി ഉയർന്നിരുന്നു. പാർക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പാർക്കിനെ കുറിച്ച് പഠിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തി. ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ പാർക്ക് തുറക്കാൻ അനുമതി നൽകിയത്. PV അൻവർ MLA ഉടമസ്ഥതയിലുള്ള പാർക്ക് 2018 ജൂണിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് അടച്ചുപൂട്ടിയത്. അന്നത്തെ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ U രാമചന്ദ്രൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ വിശദ റിപ്പോർട്ടാണ് വാട്ടർ തീം പാർക്കിന്റെ അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത്. പാർക്കുമായി ബന്ധപ്പെട്ടവർ മറച്ചുവെച്ച മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വില്ലേജ് ഓഫീസറുടെ സ്ഥല സന്ദർശനത്തോടെയാണ് പുറം ലോകം അറിഞ്ഞത്. വാട്ടർ തീം പാർക്കിന്റെ ഭാഗമായ കുട്ടികളുടെ പാർക്ക് തുറക്കാനാണ് അനുമതി ലഭിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള കക്കാടംപൊയിൽ ജില്ലയിലെ ദുരന്ത സാധ്യതാ മേഖലയിലൊന്നാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ കക്കാടംപൊയിലും ഉൾപ്പെടുന്നുണ്ട്. ചെങ്കുത്തായ മലനിരകളുള്ള കക്കാടംപൊയിൽ മഴക്കാലത്ത് ദുരന്ത ഭീതിയിലാകാറുണ്ട്. എന്തായാലും അപേക്ഷയിലെ പിഴവ് കാരണം അൻവറിന്റെ പാർക്കിന് ലൈസൻസ് നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം. ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം ലൈസൻസ് ഇല്ലാത്ത പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഹർജി എന്തായാലും നാളെ പരിഗണിക്കും. ഇതിന്റെ വിധി നാളെ പറയും. പാർക്കിന്റെ വിശദ വിവരങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പാർക്കിന് പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ആരായുകയായിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം 3 ദിവസത്തിനകം അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിനു പിന്നാലെ ഹർജി പരിഗണിച്ചപ്പോഴാണ് പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ അറിയിച്ചത്.